നിങ്ങൾക്കറിയണോ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെസഹാപ്പമാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത്രയും കാലമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിന്നിട്ട് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഇന്നാണ് കേട്ടോ ആദ്യമായിട്ട് പെസഹാപ്പം ഉണ്ടാക്കി പെസഹ ആഘോഷിക്കാൻ പോണത്. എൻ്റെ നാട്ടിലൊക്കെ പുഴുങ്ങിയപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പക്ഷേ എൻ്റെ നാട്ടിലൊക്കെ ചുട്ടയപ്പമാണ്. അപ്പം ഞാൻ ചെറുപ്പം മുതൽ ചുട്ടയപ്പം കണ്ട് അങ്ങനെ ശീലിച്ചുകൊണ്ട് ചുട്ടയപ്പം തന്നെയാണ് നമ്മളിത്തവണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നലെ മുതൽ മമ്മിക്ക് സമാധാനം കൊടുത്തിട്ടില്ല. അപ്പോൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചോദിച്ച് ഇപ്പോഴും അത് ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോൾ ഇനി എന്തെടുത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്തായാലും പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും നന്നായിട്ട് അപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മനോഹരമായ കുരിശിപ്പ് ഇവിടെ റെഡിയായി. ബാക്കി ഉണ്ടായിരുന്ന മാവ് വെച്ച് സാധാരണ അപ്പം ഉണ്ടാക്കി ഞങ്ങൾ പിന്നെ പെട്ടെന്ന് പള്ളിയിൽ പോയി. താലത്തിൽ വെള്ളമെടുത്തു എന്നുള്ള പെസഹയുടെ പാട്ടുണ്ടല്ലോ. പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഒരു വല്ലാത്തൊരു ഫീലാണ്. നമ്മുടെ ചെറുപ്പത്തിലെ കുറേ ഓർമ്മകളിലേക്കാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പള്ളിയിൽ ഒരുപാട് മലയാളികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. വന്നിട്ട് കുർബാന കഴിഞ്ഞിട്ട് അപ്പവും പാലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതെല്ലാം കഴിച്ച് അവിടുത്തെ ആൾക്കാരോട് വർത്താനൊക്കെ പറഞ്ഞ് അച്ഛൻ നമ്മളോട് വർത്താനൊക്കെ പറഞ്ഞ്, കാരണം നമ്മുടെ ഓശാനയുടെ വീഡിയോ ഇട്ടത് അച്ഛന് നാട്ടിലുള്ള ആരാണ്ട് അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ഞങ്ങളെ വിളിച്ച് വർത്താനൊക്കെ പറയിപ്പിച്ചിട്ട് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത്തവണത്തെ പെസഹയ്ക്ക് മറ്റൊരു സ്പെഷ്യാലിറ്റി കൂടെ ഉണ്ട്. ലിയോക്കുട്ടൻ്റെ ഫസ്റ്റ് പെസഹയാണ്. അപ്പോൾ എന്തായാലും ലിയോക്കുട്ടൻ പാലും മുക്കി അപ്പമൊക്കെ കഴിച്ചിട്ട് അവന് ഇഷ്ടപ്പെട്ടു. അങ്ങനെ പള്ളി കഴിഞ്ഞപ്പോഴത്തേക്കും സമയം 8 മണി കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ തന്നെ ഓടി പോന്നു. കാരണം നമ്മൾ പാലൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അങ്ങനെ വേഗം ഓടി വന്ന് പാലുണ്ടാക്കിയപ്പോഴത്തേക്കും ചേമ്പ് ജോമളിച്ചനും പിള്ളേരെ കുട്ടിക്കൊണ്ട് വന്നു. ചേട്ടൻ ഇവിടെ ഇല്ല കേട്ടോ. ചേട്ടൻ നാട്ടിൽ പോയി കാണാം. അതുകൊണ്ട് ചേട്ടനെ ഞങ്ങൾക്ക് മിസ്സായി. അപ്പോൾ ജോമളിച്ചിക്കാണ് ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് ചേച്ചി പോകുന്നതിന് മുമ്പ് വേഗം അപ്പം മുറിച്ച് ചേച്ചീനെ ഡ്യൂട്ടിക്ക് കൊണ്ടുവിടണം. അപ്പോൾ അങ്ങനെ തിരക്ക് പിടിച്ചിട്ടുള്ളൊരു പാലുണ്ടാക്കലായിരുന്നു. ഇവിടെ കുറച്ച് മലയാളികളുടെ വീട്ടിൽ അപ്പം മുറിക്കലുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വിളിച്ചതായിരുന്നു, പക്ഷേ പോകാൻ പറ്റില്ല. കാരണം നമ്മൾ പള്ളിയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഒത്തിരി വൈകി. പിന്നെ ജോമളിച്ചിക്ക് നൈറ്റും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ അപ്പം ഉണ്ടാക്കി ചേച്ചി പോകുന്നതിന് ഇപ്പം മുറിച്ചു. അപ്പോൾ ഇതാ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പെസഹ അപ്പം മുറിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പാലുണ്ടാക്കി ഇങ്ങനെ ബ്രെഡ് കടയിൽ നിന്ന് മേടിച്ച് അങ്ങനെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു മിക്കപ്പോഴും പെസഹയ്ക്ക് കൂടുന്നത്. പക്ഷേ ആദ്യമായിട്ടാണ് പെസഹ അപ്പം ഉണ്ടാക്കി അങ്ങനെ നമ്മൾ പെസഹ ആഘോഷിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ജോമളിച്ച് ഉണ്ടാക്കി കൊണ്ടുവന്ന വട്ടയപ്പമാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പെസഹ അപ്പം പാലും കുടിച്ച് ജോമളിച്ചിന് നൈറ്റിന് കൊണ്ടുപോയിട്ട് ലിയോക്കുട്ടനാണെങ്കിൽ അപ്പം മുറിക്കാൻ നേരത്തെ ഉറക്കമായിരുന്നു കേട്ടോ. ഇപ്പോൾ എണീറ്റപ്പം പാലും അപ്പം കഴിച്ചു. പിന്നെ വട്ടയപ്പം ആശാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല മധുരമുള്ളതാണല്ലോ.